യൂട്ടിലിറ്റി രണ്ട് രീതിയിലുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമത്തത് ഏതാണ്? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും അതേപോലെ തന്നെ രണ്ടാമത്തത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. കാർഡിനലിൻ്റെ പ്രത്യേകത എന്താണ്? യൂട്ടിലിറ്റി നമുക്ക് അളക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓർഡിനൽ എന്താണ്? ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണ്? ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണ്? നമുക്കിവിടെ യൂട്ടിലിറ്റിയെ നമുക്ക് അളക്കാൻ പറ്റില്ല. യൂട്ടിലിറ്റി കാൺ ബി മെഷർ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് യൂട്ടിലിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല? അളക്കാൻ പറ്റില്ല. പകരം യൂട്ടിലിറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റാങ്ക് ചെയ്യാൻ പറ്റും. യൂട്ടിലിറ്റിയെ റാങ്ക് ചെയ്യാൻ പറ്റും, പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് യൂട്ടിൽസായിട്ട് യൂട്ടിലിറ്റി അളക്കാൻ പറ്റില്ല. പകരം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? റാങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. എണ്ണൽ സംഖ്യകളില്ലാതെ മുൻഗണന പ്രകാരം അളക്കുന്ന ഉപയോക്തതയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന അപ്രോച്ച്. മുൻഗണന എന്ന് പറയുന്നത് എന്താ? സ്വാഭാവികമായിട്ട് ഇത് വസ്തുനിഷ്ഠമാണല്ലേ. ഇപ്പോൾ സാധനങ്ങളെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്നിങ്ങനെ ആ രീതിയിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? മുൻഗണന കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇന്ന സാധനം ഞാൻ കഴിച്ചു, അപ്പോൾ എനിക്ക് അതിൻ്റെ രുചിയെ നമുക്ക് ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞാൻ കഴിക്കുന്നു. അപ്പോൾ ഈ സാധനങ്ങളുടെ രുചിയെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ വരുന്ന അപ്രോച്ചിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്നാണ്. ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്. ഈ അപ്രോച്ച് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് നോക്കണം. ഓക്കെ. ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ IC കർവ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് നമുക്കിതിനെ വിളിക്കാം. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഇൻഡിഫറൻസ് കർവ് എക്സാമിന് ക്വസ്റ്റ്യനായിട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ഇൻഡിഫറൻസ് കർവ് ഇതുവരെ നടത്തിയിട്ടുള്ള മുഴുവൻ പരീക്ഷകളിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്? ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങൾ ചേർന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗതാ വക്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു ഉപഭോക്താവിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രണ്ട് സാധനങ്ങളുടെ ഡിഫറെൻറ്റ് പോയിൻറ്റുകളെ, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു മാതൃക ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. നോക്കി, ഇതാണ് ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ IC കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. IC കർവിൻ്റെ X ആക്സിസിൽ ഗുഡ് 1 ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇവിടെ ഏതായിരിക്കും അപ്പോൾ മെഷർ ചെയ്യുന്നത്? ഗുഡ് 2 ആയിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. X ആക്സിസിൽ ഗുഡ് 1ഉം അതേപോലെ തന്നെ ഏതാണ്? Y ആക്സിസിൽ ഗുഡ് 2 ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഞാനൊരു പോയിൻ്റ് ഇടുകയാണ്. ഓക്കെ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു പോയിൻ്റ് ഇടുകയാണ്. ഈ A എന്ന് പറയുന്ന പോയിൻ്റ് ഇപ്പോൾ നോക്കിയേ, A എന്നറിയപ്പെടുന്ന പോയിന്റിൽ 2, 5 ആണ് എന്ന് വിചാരിക്കും. ഇവിടെ 2 എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഗുഡ് 1ഉം അതേപോലെ തന്നെ 5 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 2 ആണ്. അപ്പോൾ നമുക്കിവിടെ 2, 5 എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എക്സിൻ്റെ ഒരു കോമ്പിനേഷനും വൈയുടെ ഒരു കോമ്പിനേഷനും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ എഴുതുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ A, B, C, D and E ഈ പോയിന്റിലെല്ലാത്തിലും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ എന്തായിരിക്കും? ഈ Aയും Bയും Cയും Dയും Eയും ഒക്കെ കൺസ്യൂമറിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷനാണ് നൽകുക എന്നാണ് പറയുന്നത്. കൺസ്യൂമർക്ക് എന്താണ്? ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന പോയിന്റുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൺസംഷൻ ബണ്ടിൽസിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താണ്? ഇറ്റ് ഗീവ്സ് ആൻ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർക്ക് ഒരു ഈക്വൽ സാറ്റിസ്ഫാക്ഷനാണ് ഈ പോയിന്റുകളൊക്കെ നൽകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി
നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ഇത് മാത്രം എഴുതിയാൽ മതി. അതിൻ്റെ ഡെഫിനിഷൻ ഒപ്പം അതൊന്ന് വരച്ച് കാണിച്ചു കൊടുക്കുക. അതിൽ ഡിഫറെൻറ്റ് പോയിൻറ്റ്സുകളുടെ പ്രത്യേകതയും കൂടെ എഴുതുക. പിന്നെ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് മെഷർ ചെയ്യുന്ന സമയത്ത് ഇൻഡിഫറൻസ് കർവിലുള്ള പോയിൻറ്റുകൾ, ഈ പോയിൻറ്റുകൾ ഇപ്പോൾ എയും ബിയും സിയും ഡിയും ഇതൊക്കെ എന്താണ് എഫിഷ്യൻറ്റ് ബണ്ടിൽസാണ്. എഫിഷ്യൻറ്റ് ബണ്ടിൽസാണ്, കാര്യക്ഷമതയുള്ള ബണ്ടിൽസ് ആണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൽ ഏത് എടുത്താലും കൺസ്യൂമറിന് എന്താണ് അവിടെ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് എയിലും ബിയിലും സിയിലും ഡിയിലും ഒക്കെ കൺസ്യൂമർ എന്താണ്, കൺസ്യൂമറിൻ്റെ ബിഹേവിയർ എന്തായിരിക്കും? ഹി ബിഹേവ്സ് ലൈക്ക് ആൻ ഇൻഡിഫറെൻറ്റ് മാനറിലായിരിക്കും കൺസ്യൂമർ എന്ത് ചെയ്യുക, ബിഹേവ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നിസ്സംഗതാ വക്രത്തിൻ്റെ മുകളിലും ഉള്ളിലുള്ള പോയിന്റുകളുടെ പ്രത്യേകത, നിസ്സംഗതാ വക്രത്തിൻ്റെ താഴെയും മുകളിലുള്ള പോയിന്റുകളുടെ പ്രത്യേകത. ഈ താഴെയുള്ള ബണ്ടിൽ എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻറ്റ് ബണ്ടിൽസ് ആണ്. അതേപോലെ തന്നെ മുകളിലുള്ള ബണ്ടിൽ എന്ന് പറയുന്നത്, മുകളിലുള്ളത് ഇപ്പോൾ ഇവിടെ എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് മേന്മ കൂടിയ ബണ്ടിലാണ്. അപ്പോൾ ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താ? ഇത് മേന്മ കുറഞ്ഞ ബണ്ടിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതാണ് ഇൻഡിഫറൻസ് കർവുമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ്. ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? അതിൻ്റെ ചെരിവ് അല്ലേ? ചെരുവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ അറിയോ? ഇൻഡിഫറൻസ് കർവിൻ്റെ ചെരുവിനെ നമ്മൾ MRS എന്ന് വിളിക്കും. MRS എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുക. നിസ്സംഗതാ വക്രത്തിൽ സാധനം ഒന്നിൻ്റെ അളവ് ഒരേ നിരക്കിൽ കുറയുന്നു. ത്യജിക്കുന്ന സാധനത്തിൻ്റെ അളവും നേടുന്ന സാധനത്തിൻ്റെ അളവും തമ്മിലുള്ള കേവല മൂല്യമാണ് പ്രതിസ്ഥാപന നിരക്ക് അഥവാ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് MRS എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് എക്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര യൂണിറ്റ് വൈ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിമിനിഷിങ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ΔY/ΔX. ഇതാണ് എന്ത് പറയുന്നത്? സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, സ്ലോപ്പ് ഓഫ് IC കർവ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, MRS ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ചെരിവ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? MRS = ΔY/ΔX ആണ്. ഇതെന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നിസ്സംഗതാ വക്രം ഇടത്ത് നിന്ന്. ഇപ്പം നമ്മളൊരു നിസ്സംഗതാ വക്രം വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ്. ഈ ഇൻഡിഫറൻസ് കർവ് ഇടത്ത് നിന്ന് ഇതല്ലേ, ഈ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇപ്പോൾ നോക്കി, ഇവിടെ A എന്ന് പറയുന്ന പോയിന്റിൽ 2 യൂണിറ്റ് 2ആണ്. ഏത് എക്സ് ക്വാണ്ടിറ്റി നമുക്ക് 2ആണ് വാങ്ങിക്കാൻ പറ്റുക. വൈയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കൺസംഷൻ ബണ്ടിലിൻ്റെ പ്രത്യേകത എന്താ? 2, 5. ഇനി നമ്മൾ അടുത്ത പോയിന്റ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ, ഇതിപ്പോൾ 3ആണ്. അപ്പോൾ 3, 4 നോക്കിയേ. ഇവിടെ അതേപോലെ അടുത്ത പോയിന്റ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഇവിടെ 4, 3ആയിട്ട് അത് മാറും. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇൻഡിഫറൻസ് കർവിൽ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ C എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുന്തോറും എക്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ, ക്വാണ്ടിറ്റി ഓഫ് എക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് വൈ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഡിക്രീസ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? നിസ്സംഗതാ വക്രത്തിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് വരുന്തോറും ഒരു സാധനത്തിൻ്റെ അളവ് കൂടുന്തോറും സാധനം 2ൻ്റെ അളവ് എന്താണ്? കുറയുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സാധനം 1ഉം സാധനം 2ഉം തമ്മിലുള്ള സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. സാധനം 1ഉം 2ഉം തമ്മിലുള്ള മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ എക്സിൻ്റെ അളവ് കൂടുതൽ വാങ്ങിക്കുമ്പോൾ വൈയുടെ അളവ് എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ഒരൊറ്റ സിദ്ധാന്തത്തെ, ഈ ഒരു സിസ്റ്റത്തെ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രതിഭാസത്തെ നമ്മൾ എന്താ വിളിക്കുക? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുക. അത് മാത്രം എന്ത് ചെയ്യുക?
മനസ്സിലാക്കുക കേട്ടോ. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഇൻഡിഫറൻസ് കർവിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഷേപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് നമുക്ക് നോക്കണം. ഷേപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷേപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? കോൺവെക്സ് ടു ഒറിജിൻ ആണ് കേട്ടോ. കോൺവെക്സ് ടു ഒറിജിൻ ആണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ്. നോക്കിയാൽ നമ്മൾ ഇങ്ങനെ അല്ലല്ലോ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുന്ന കർവ് ഏതായിരുന്നു? ഇന്നലെ നമ്മൾ പഠിച്ചത് ഇങ്ങനെ വരയ്ക്കുന്ന കർവ്. ഈ ഇങ്ങനെ വരയ്ക്കുന്ന കർവ് എന്താണ് കാണിക്കുന്നത്? ഇങ്ങനെ വരച്ച് കഴിഞ്ഞു വെച്ചാൽ ഇത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. പക്ഷേ നമ്മളിവിടെ നമുക്കറിയാം കോൺവെക്സ് ടു ഒറിജിൻ ആണ്. കോൺവെക്സ് ആണ് ഇതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഷേപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താ? കോൺവെക്സ് ടു ഒറിജിൻ ആണ്. കോൺവെക്സ് ടു ഒറിജിൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺവെക്സ് ആണ് യഥാർത്ഥത്തിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ടു ഒറിജിൻ ആണ്. അപ്പോൾ നോക്കി, കോൺവെക്സ് ടു ഒറിജിൻ ഇത് നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ സ്ലോപ്പ് എടുക്കുമ്പോൾ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ് എന്ത്? MRS കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്ത് ചെയ്യരുത്? മറക്കരുത് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മളോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടെ എഴുതുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ബണ്ടിൽ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ABCDE ഇതാണ് ബണ്ടിൽ. ഓക്കെ, നമുക്കറിയാം ഗുഡ് ടൂവിൻ്റെ അളവ് നമുക്കിവിടെ എഴുതാം 8, 6, 4, 3, 2. ഗുഡ് 1ൻ്റെ അളവ് നമുക്ക് എഴുതാം 1, 2, 3, 4, 5. ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഫൈൻഡ് MRS HY നിങ്ങളോട് കാണാൻ വേണ്ടിയിട്ട് പറയുകയാണെന്ന് വിചാരിക്കുക. ഫൈൻഡ് MRS HY. നമ്മളെങ്ങനെ കാണും? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നമ്മൾ കാണുക? നോക്കിയേ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? MRS ഈക്വൽ ടു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ആദ്യത്തെ നമുക്ക് MRS HY കാണാനില്ല. രണ്ടാമത്തത് ഡെൽറ്റ വൈയിലുണ്ടാകുന്ന ചേഞ്ചാണ്. നോക്കി, 6, 8 അല്ലേ? വൈയിൽ എത്ര ചേഞ്ച് ഉണ്ടായത്? 2 ഡിവൈഡഡ് ബൈ 1 എത്രയാടാ? 2 ഡിവൈഡഡ് ബൈ 1 എത്രയാണ്? 2. അതേപോലെ തന്നെ അടുത്തത് നോക്കിയ 4ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 2 തന്നെയാണ്. 2 ഡിവൈഡഡ് ബൈ 1 അതും 2. MRS HY 2 ആണ്. ഇതെല്ലാത്തിൻ്റെയും നമ്മൾ MRS HY കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ 1, അതേപോലെ തന്നെ ഇവിടെ 1 എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ MRS HY നമുക്ക് 1, 1, 2, 2 ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കണക്ക് MRS HY കാണാനുള്ള ഒരു കണക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചോ? എക്സാമിന് ഇത്തരത്തിലുള്ള ഒരു കണക്ക് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള MRS HY എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. MRS HY നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇൻഡിഫറൻസ് കർവ് ഇതേപോലത്തെ ഒരു ഷേപ്പായിരിക്കും. നോക്കി, ഇവിടെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്താണ്? ലീനിയർ ആണ് കേട്ടോ. ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് ലീനിയർ ആയിട്ട് അത് മാറുന്നതാണ് പറയുന്നത്. എന്താണ്? MRS HY എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും, ഒരു നേർരേഖയായിരിക്കും. സാധനങ്ങൾ പൂർണ്ണമായും പരസ്പരം കൈമാറാവുന്നതാണ് എന്നാണ് പറയുന്നത്. സാധനങ്ങൾ പൂർണ്ണമായും പരസ്പരം കൈമാറാൻ സാധിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, MRS HY എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തൊരാശയം നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് മോണോട്ടോണിക് പ്രിഫറൻസ് ആണ്. മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത് കൺസ്യൂമറുടെ ഒരു ബിഹേവിയറാണ് കാണിക്കുന്നത്. അതായത് കുറഞ്ഞ അളവിലുള്ള ഉപഭോഗ ബണ്ടിലിനേക്കാൾ കൂടുതൽ അളവുകളുള്ള ബണ്ടിലിനോടുള്ള ജനങ്ങളുടെ താല്പര്യത്തെയാണ് എന്ത് പറയുന്നത്? ഉപഭോക്താവിൻ്റെ താല്പര്യത്തെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. കുറഞ്ഞ അളവിലുള്ള ഉപഭോഗ ബണ്ടിലിനേക്കാൾ കൂടുതൽ അളവുള്ള ബണ്ടിലിനോടുള്ള ഉപഭോക്താവിൻ്റെ താല്പര്യത്തെ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ എഴുതാം. ഞാനിവിടെ ഒരു കൺസംഷൻ ബണ്ടിൽ എഴുതുകയാണ് 200, 201.
ഇവിടെ ഞാൻ എഴുതുന്നു 202, 203. ഈ 2 ഉപഭോഗ ബണ്ടിലിൽ ഏത് ബണ്ടിലിനോടായിരിക്കും കൺസ്യൂമറിന് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നത്? എ എന്ന് പറഞ്ഞ ബണ്ടിലിനോടായിരിക്കുമോ, ബി എന്ന ബണ്ടിലിനോടായിരിക്കുമോ? ഏത് ബണ്ടിലിനോടാണ് കൺസ്യൂമർക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുക? അല്ലേ? സ്വാഭാവികമായിട്ടും കൺസ്യൂമറിന് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്ന ഏതായിരിക്കും? ബി എന്ന് പറഞ്ഞ ബണ്ടിലിനോടായിരിക്കും. കാരണം എന്താ? എയേക്കാൾ ബിയിലാണ് കൂടുതൽ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു ബിഹേവിയറിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുറഞ്ഞ അളവിലുള്ള ഉപഭോഗ ബണ്ടിലിനേക്കാൾ കൂടുതൽ അളവുള്ള ബണ്ടിലിനോടുള്ള ഉപഭോക്താവിൻ്റെ താല്പര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം മേന്മ കുറഞ്ഞ ബണ്ടിലിനേക്കാൾ മേന്മ കൂടിയ ബണ്ടിലിന് കൺസ്യൂമർ എന്ത് ചെയ്യാണ്? ഒരു പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? എഫിഷ്യൻറ്റ് ബണ്ടിൽ തന്നെ ആയിരിക്കും, പക്ഷേ കൺസ്യൂമർ കുറച്ചും കൂടെ എന്തിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്? മേന്മ കൂടിയ ബണ്ടിലിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ബിഹേവിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മോണോട്ടോണിക് പ്രിഫറൻസിൽ നിന്നും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡിഫറൻസ് മാപ്പ് എന്താണ്? ഇൻഡിഫറൻസ് മാപ്പ് എന്താണ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഡിഫറൻസ് മാപ്പ് എന്താണ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഡിഫറൻസ് മാപ്പ് വളരെ എളുപ്പമാണ്. ഇൻഡിഫറൻസ് മാപ്പ് നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവ് ഒരൊറ്റ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കിയേ, IC1, IC2, IC3. ഇവിടെ ഞാൻ 3 ഇൻഡിഫറൻസ് കർവുകളെ ഒരു ഗ്രാഫ് പേപ്പറിലാണ് വരച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവുകൾ ഒരു ഭൂപടത്തിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിസ്സംഗതാ വക്രങ്ങളുടെ സമാഹാരത്തെ നമ്മൾ എന്ത് വിളിക്കും? നിസ്സംഗതാ ഭൂപടം അഥവാ ഇൻഡിഫറൻസ് മാപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് നോൺ ആസ് എന്നാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ ഇതിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന കർവ് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന കർവ് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന കർവ് ഏതായിരിക്കും? IC1 ആണോ? അല്ല. പിന്നെ ഏതാണ്? IC3 ആയിരിക്കും. ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന, ഹയർ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഏതായിരിക്കും? IC3 ആണെന്നാണ് പറയുന്നത്. ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്നാണ്. ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എന്തെല്ലാമാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും കേട്ടോ. ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ്സ് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. അല്ലെങ്കിൽ ഇതെന്താണ്? ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഇടത്ത് നിന്ന് വലത്തോട്ട് എന്ത് ചെയ്യുന്നു? ചെരിഞ്ഞിറങ്ങിയിരിക്കുന്നു. ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞിറങ്ങിയിരിക്കുന്ന കർവാണെന്ത്? ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കത് വരച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞിറങ്ങിയിരിക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരച്ചിട്ട് തന്നെ എഴുതണം കേട്ടോ. ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഗുഡ് 1 എക്സ്, അതേപോലെ തന്നെ വൈ ഗുഡ് ടു വൈ. ഇവിടെ ഒരു സ്ലോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഇതെന്താണ്? ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ് അതിൻ്റെ MRS അഥവാ ചെരിവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞിറങ്ങിയിരിക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാമത്തെ ഫീച്ചർ ഇറ്റ് ഈസ് കോൺവെക്സ് ടു ഒറിജിൻ ആണ്. ഇൻഡിഫറൻസ് കർവ് എന്താണ്? കോൺവെക്സ് ടു ഒറിജിൻ ആണ്. ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ഒറിജിൻ ആണ്. IC കർവ് എന്താണ്? കോൺവെക്സ് ടു ഒറിജിൻ ആണ്. ഇനി ഇൻഡിഫറൻസ് കർവ് നമ്മളൊരു ഭൂപടത്തിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ഇൻഡിഫറൻസ് മാപ്പ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഇൻഡിഫറൻസ് മാപ്പ് നമ്മൾ ഒരു ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹയർ
ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ലോവർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന തലത്തിലുള്ള നിസ്സംഗതാ വക്രങ്ങൾ ഉയർന്ന തലത്തിലുള്ള ഉപയുക്തത നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ലോവർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്? നിസ്സംഗതാ വക്രങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടത്തില്ല. അപ്പം രണ്ട് നിസ്സംഗതാ വക്രങ്ങൾ ഇങ്ങനെ നമുക്ക് കൂട്ടിമുട്ടുമോ? ഒരിക്കലുമില്ല. ഈ രീതിയിലൊക്കെ കൂട്ടിമുട്ടുമോ? ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്നാണ് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടുകയില്ല. അപ്പോൾ 4 ഫീച്ചേഴ്സാണ് ഇൻഡിഫറൻസ് കർവിനുള്ളത്. ഒന്നാമത്തത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ്സ് ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോവർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ദെൻ അടുത്ത പോയിന്റ് എന്താണ്? നിസ്സംഗതാ വക്രങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടുകയില്ല. നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ എന്നാണ് പറയുന്നത്. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, 4 ഫീച്ചേഴ്സാണുള്ളത്. 4 എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ പിന്നെ നമ്മൾ പറഞ്ഞ ഏതാണ്? ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഇൻഡിഫറൻസ് കർവ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇൻഡിഫറൻസ് കർവ് എന്തായാലും ചോദിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ചോദിക്കും. അതേപോലെ MRS HY ഇതും നിങ്ങളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, MRS HY ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മോണോട്ടോണിക് പ്രിഫറൻസും കൂടെ ചോദിക്കാറുണ്ട്. മോണോട്ടോണിക് പ്രിഫറൻസ്. ഓക്കെ, ഇത്രയും ഭാഗം എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ.